ഇലക്ട്രിക് ലൈനിലേക്ക് വീണ തെങ്ങോലയിൽ നിന്ന് തീ പടർന്ന് അടഞ്ഞുകിടക്കുന്ന പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കേന്ദ്രത്തിൽ മണിക്കൂറുകൾ നീണ്ട വൻ അഗ്നിബാധ. മൊറയൂർ വെള്ളൂർ തടപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. കുപ്പികൾ പൊട്ടിത്തെറിക്കുകയും പ്രദേശമാകെ കറുത്ത പുക നിറയുകയും ചെയ്തതോടെ നാട്ടുകാർ ഭീതിയിലായി. മലപ്പുറത്ത് നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും 3.5 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീയണച്ചത്. ഇലക്ട്രിക് ലൈനിലേക്ക് തെങ്ങോല വീണതാണ് തീ പടരാൻ കാരണം എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. അഗ്നിബാധ കണ്ടയുടൻ നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൂട്ടിയിട്ട ചാക്കുകെട്ടുകൾക്കിടയിൽ നിന്ന് കുപ്പികൾ പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. അതോടെ തീ നിയന്ത്രണാതീതമായി. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. 1.5 മാസത്തോളമായി പ്രവർത്തനം നിർത്തിവെച്ച സ്ഥാപനത്തിൽ കോമ്പൌണ്ടിനകത്ത് ചാക്കുകളിലാക്കി ടൺ കണക്കിന് വേസ്റ്റ് പ്ലാസ്റ്റിക് കൂട്ടിയിരുന്നു. അതിലേക്ക് തീ പടരാതിരുന്നത് ആശ്വാസമായി. തീ പടർന്നയുടൻ നാട്ടുകാരും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചേർന്ന് തൊട്ടടുത്തുള്ള താമസക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ.കെ. അബ്ദുൽ സലീം, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം. പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 18ഓളം അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും നാട്ടുകാരും 3.5 മണിക്കൂർ കഠിന പ്രയത്നം ചെയ്താണ് തീ പൂർണ്ണമായും അണച്ചത്. എഡിറ്റർ ലൈവ്, മലപ്പുറം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.